ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിബ ഇനു കോയിൻ്റെ ഷിബേറിയത്തിൻ്റെ റീസെൻറ്റ് ലോഞ്ചിങ് നല്ല രീതിയിൽ തന്നെ ഒരു എഫക്റ്റീവ് ആയില്ല. അതിൻ്റെ വളരെ ആൻറ്റിസിപ്പേറ്റഡായി നമ്മൾ കാത്തിരുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് പെർഫോമൻസിലൊന്നും വളരെ നല്ല രീതിയിലുള്ളൊരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു പാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ക്രിപ്റ്റോ കറൻസി പ്രൈസൊക്കെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് മേജർ ആയിട്ടുള്ളൊരു വോളറ്റൈലിറ്റിയിലാണ്. ഇനിയുള്ള ഒരു മിഡ് ഒക്ടോബറിലൊക്കെ ഇനി എങ്ങനെയായിരിക്കും ഷിബ ഇനു കോയിൻ്റെ പ്രൈസ് ആക്ട് ചെയ്യുക എന്ന് നോക്കാം. കറൻ്റ്ലി ഇപ്പോൾ ഷിബ ഇനു കോയിൻ ഉള്ളത് ഏകദേശം 0.00006973 എന്ന പോയിന്റിലാണ്. ഏകദേശം ഒരു 1% ഡ്രോപ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ 24 ഹവേഴ്സിൽ കാണുന്നുണ്ട്. മിഡ് ഒക്ടോബറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഷിബ ഇനു കോയിന് ട്രേഡ് ചെയ്യാൻ ഇരിക്കുന്ന ഏകദേശം മിനിമം ഒരു 607 അതുപോലെ തന്നെ മാക്സിമം 762 എന്നതിനും ഇടയിലായിരിക്കും മിഡ് ഒക്ടോബറിൽ ഷിബ ഇനു കോയിൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ആവറേജ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 684 എന്ന പ്രൈസിലായിരിക്കും. അതായത് 0.000684 എന്ന പ്രൈസിലായിരിക്കും. ഷിബ ഇനു കോയിൻ ഏകദേശം 92% അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഫാളിങ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 0.000884 എന്ന പ്രൈസിലായിരുന്നു ഇതിൻ്റെ ഓൾ ടൈം ഹൈ. അത് നമുക്കറിയാം 2021 റീച്ച് ആയത്. അതിൽ നിന്നിപ്പോൾ ഏകദേശം 92% ഇപ്പോൾ താഴോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ മറ്റു മാർക്കറ്റ് കോയിൻസിനെ നോക്കുമ്പോൾ ഏകദേശം ഷിബ ഇനു കോയിനാണ് നല്ല രീതിയിലുള്ളൊരു ലോസിലേക്ക് വന്നിട്ടുള്ളതെന്നും പറയാം. കുറച്ച് ചെറുതായിട്ടുള്ളൊരു ലീസ്റ്റ് ലോസിലുള്ളത് ഷിബ ഇനു കോയിനാണ്. ഹവർ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിലൊരു വോളറ്റൈലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, മൊമെൻറ്റിലാണ്. പ്രൈസ് ഏത് ഡയറക്ഷനിലേക്കും പോകാനുള്ള മാർക്കറ്റ് സെൻറ്റിമെൻ്റൊക്കെ ഇപ്പോൾ ഡിപ്പെൻഡിങ് ആണ്. നിലവിൽ ഷിബ ഇനു കോയിൻ്റെ 9% ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരു പ്രോഫിറ്റബിൾ പൊസിഷനിൽ നിൽക്കുന്നതിന് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഏകദേശം ഒരു ഓരോ 0.000069 പെർ കോയിൻ എന്ന രീതിയിലുള്ളൊരു പ്രസൻറ്റിലുള്ളൊരു പ്രോഫിറ്റബിലിറ്റിയാണ് ഇപ്പോൾ ഏകദേശം ഒരു 9% ആളുകൾക്ക് ഉള്ളത്. ബാക്കിയുള്ള ഏകദേശം ഒരു 90% ആളുകളും 1% ആളുകൾ ന്യൂട്രലായിക്കൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റി. 9% ആളുകൾ പ്രോഫിറ്റബിൾ ആണ്. ബാക്കി വരുന്ന 90% ആളുകളും അവരുടെ എസ്റ്റിമേറ്റഡൊക്കെ നോക്കുമ്പോൾ ഓവറോൾ അവരൊക്കെ ലോസിലാണ്. ഓൾ ടൈം ഹൈ ഒക്കെ നിയർ ആയപ്പോൾ ആ ടൈമിലൊക്കെ കുറച്ച് ഹോൾഡേഴ്സൊക്കെ കോയിൻ വാങ്ങിയ അവരൊക്കെ നല്ല രീതിയിലുള്ളൊരു അണ്ടർ വാട്ടറിലാണ് തന്നെ പറയാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഈ സെയിം ടൈം തന്നെ ഷിബ ഇനു കോയിൻ ലോവസ്റ്റ് പ്രൈസിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ എക്സ്ട്രീംലി നല്ല രീതിയിലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള റിട്ടേൺസൊക്കെ ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷിബ ഇനു കോയിൻ്റെ ബേൺ റേറ്റൊക്കെ ഇപ്പോൾ നല്ല രീതിയിലൊരു 130% ഒരു ബേൺ റേറ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 ഹവേഴ്സിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഏകദേശം ഒരു 30.9 മില്യൺ ഷിബ ഇനു കോയിൻ്റെ ഡെഡ് വാളറ്റിലേക്ക് ഇപ്പോൾ ആരോ സെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഷിബ ഇനു കോയിൻ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിബ ഇനു കോയിൻ്റെ 2021 ബേൺ എത്തേറിയത്തിൻ്റെ ഫോളോവർ വിറ്റാലിക് ബുട്ടറിൻ ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഓൾമോസ്റ്റ് ഇതിൻ്റെ ഷിബ ഇനു പോലെ ഒരു പകുതി മുഴുവൻ മൊത്തത്തിലുള്ള സപ്ലൈയിൽ നിന്ന് പകുതി മുഴുവൻ ബേൺ ചെയ്തു. 2021 മെയ്യിലായിരുന്നു. ഇതിന് ശേഷം ബുട്ടറിൽ ഏകദേശം ഒരു 50% ഷിബ ഇനു കോയിൻ്റെ സപ്ലൈ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകുകയായിരുന്നു. ഇത്രയും വലിയൊരു ഷിബ ഇനു കോയിൻ്റെ ഏകദേശം സപ്ലൈയുടെ പകുതി മുഴുവനും ബേൺ ചെയ്തതോടുകൂടി ഷിബ ഇനു കോയിൻ്റെ പ്രൈസ് സ്കൈ റോക്കറ്റ് ആവുകയായിരുന്നു ചെയ്തത്. അതായത് ഷിബ ഇനു കോയിനിൽ ഏർലി ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ മൾട്ടി മില്യോണേഴ്സ് ആയി എന്ന് തന്നെ പറയാം. ചില കേസുകളിലൊക്കെ അതായത് ബില്യോണേഴ്സ് ആയി വരെ എന്നും പറയാം. ഷിബ ഇനു കോയിൻ ഒരുപാട് ലക്ഷപ്രഭുക്കളെ മില്യോണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് 2021 മെയ്യിൽ വിറ്റാലിക് ബുട്ടറിൻ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൈസിൽ നിന്ന് അതിൻ്റെ പകുതി മുഴുവൻ ബേൺ ചെയ്തതോടുകൂടിയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. എന്തായിരിക്കും ഷിബ ഇനു കോയിൻ്റെ 90% സർക്യൂട്ടിൻ്റെ സപ്ലൈ നിന്നൊക്കെ ഇങ്ങനെ ബേൺ ചെയ്തു പോയാലുണ്ടാവുക എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ബട്ട് സ്റ്റിൽ ഷിബ ഇനു കോയിൻ ഏകദേശം ഇപ്പോൾ ഒരു 589 ട്രില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നുണ്ട്.
സോ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഷിബ ഇനു കോയിൻ്റെ ഒരുപാട് പേര് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളും ആർഗ്യൂ ചെയ്യുന്നുണ്ടാവും. ഷിബ ഇനു കോയിൻ്റെ മാസീവ് സപ്ലൈ, ഈ സപ്ലൈ കാരണമാണ് ഇതിൻ്റെ പ്രൈസ് ഒരിക്കലും 1 സെൻറ്റ് എന്ന ഒരു സ്വപ്നത്തിലേക്ക് പോലും എത്തില്ല എന്ന്, ഇതൊരു ഷിറ്റ് കോയിനാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടാകാം. ഒരു പക്ഷേ ഷിബ ഇനു കോയിൻ്റെ 99% സപ്ലൈയും അത് ബേൺ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 5.4 ട്രില്യൺ ഷിബ ഇനു കോയിൻ റിമെയിൻ ചെയ്യുന്നുണ്ടാകും. ഷിബ ഇനു കോയിൻ അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പിൽ തന്നെയാണ് റിമെയിൻ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ടോക്കൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 0.00742 എന്ന പ്രൈസിലേക്ക് ഉയരും. സോ ഇത് ഏകദേശം ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 10,800% ഒരു ഗ്രോത്താണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഈ ടൈമിൽ ഒരു $1,000 കൊണ്ട് ഷിബ ഇനു കോയിൻ വാങ്ങുകയാണെങ്കിൽ ഷിബ ഇനു കോയിൻ്റെ ടീം ഏകദേശം അതിൻ്റെ 99% ബേൺ ചെയ്തു, അതിൻ്റെ സപ്ലൈയിൽ നിന്ന് ബേൺ ചെയ്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ ആ $1,000 ഏകദേശം $10,09,117 എന്ന പ്രൈസിലേക്ക് എത്തും എന്നതാണ് കാര്യം. സോ ഇപ്പോഴത്തെ ടൈമിൽ ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ 99% ഷിബ ഇനു കോയിൻ ടീം അതിൻ്റെ സപ്ലൈയിൽ നിന്ന് ബേൺ ചെയ്തു കഴിഞ്ഞാൽ ആ $1,000 $10,09,117 എന്ന പ്രൈസിലേക്ക് എത്തും ഷിബ ഇനു കോയിൻ്റെ 99% സപ്ലൈ ബേൺ ചെയ്തു കഴിഞ്ഞാൽ. സോ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യതയില്ല. ഇപ്പോൾ ടീം ബേൺ ചെയ്യുന്നുണ്ട്, ഷിബേറിയം വഴി ബേൺ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ബേണിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസീവായിട്ടുള്ള സപ്ലൈ 1 സെൻറ്റ് ഡ്രീമിലേക്ക് എത്താനും എല്ലാവരും ആർഗ്യൂ ചെയ്യുന്നുണ്ട്, അത് പോസിബിൾ അല്ല എന്ന്. പക്ഷേ നമുക്ക് ഈ കോയിൻ ഒരുപാട് മില്യോണേഴ്സിനെ 2021 ക്രിയേറ്റ് ചെയ്തതാണ് സത്യം, എല്ലാവരും ഓർക്കേണ്ടത് തന്നെയാണ്. ഷിബേറിയം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആ പ്രൈസിൽ അതിന് ചേഞ്ച് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തെങ്കിലും ഒരിക്കലും 2021 ആ ടൈം മറക്കരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.